ഓക്കെ, നമ്മുടെ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷനിലെ ഡൗട്ട് ക്ലാരിഫിക്കേഷനിൽ പാർട്ട് 3 നമുക്ക് നോക്കാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓൺട്രപ്രണർ ആൻഡ് പേയ്മെൻറ്റ് ടു ദ ഗവൺമെൻറ്. ഈ 2 ടോപ്പിക് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഓൺട്രപ്രണർ. ഹൂ ഈസ് ആൻ ഓൺട്രപ്രണർ? Entrepreneur is a person who bears risk, unites various factors of production and carries out innovations. He is an individual who tries to create something new. That is why it is known as innovation. There is innovation. Entrepreneur എന്ന് പറയുന്ന ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുന്ന ആളാണ്. Who organizes production, that is, who organizes the factors of production for profit making and undertakes risk involved in the establishment and operation of a business enterprise. ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ഓപ്പറേറ്റ് ചെയ്യുന്ന, അതിനെ മാനേജ് ചെയ്യുന്ന, അതിനെ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരാളിനെയാണ് ഓൺട്രപ്രണർ എന്ന് സിമ്പിളായിട്ട് പറയാം. സാധാരണഗതിയിൽ അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാമാണ് ബിയറിംഗ് ദ റിസ്ക്, യുണൈറ്റ്സ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ഓർ റണ്ണിങ് ദ ബിസിനസ് ആൻഡ് ക്യാരീസ് ഔട്ട് ഇന്നോവേഷൻ. വിത്തൗട്ട് ഇന്നോവേഷൻ ആർക്കും ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കോമ്പറ്റീഷനും ഇല്ലാത്ത ഏരിയയിൽ ഇന്നോവേഷൻ ഇല്ല, ഒരു സാധനം കൊണ്ട് വെറുതെ കൊടുക്കുക എന്നുള്ള ഒരു ഇതിൽ പോവാം. പക്ഷേ അവിടെ ജയിച്ചു പോകണമെങ്കിൽ, അല്ല ഒരു കോമ്പറ്റീറ്റീവ് ഏരിയയിൽ നമുക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇന്നോവേഷൻ കൂടിയേ തീരും. അപ്പോൾ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവന്ന് ആ ഒരു എൻവയോൺമെൻറ്റിലുള്ള പ്രോബ്ലംസിനെ ഒക്കെ മീറ്റ് ചെയ്ത്, ആ റിസ്കിനെയൊക്കെ മീറ്റ് ചെയ്ത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ ഏറ്റവും ബെറ്ററായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. സോ ഓൺട്രപ്രണർ ഈസ് എ പേഴ്സൺ ഹു ബിയേഴ്സ് റിസ്ക്. റിസ്ക് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത് while using opportunities or അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്ന് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക, എൻവയോൺമെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക, കോമ്പറ്റീഷൻസിൽ നിന്ന് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക, അല്ലെങ്കിൽ പ്രോബ്ലംസിൽ നിന്ന് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക. ആൻഡ് മീറ്റിംഗ് കോമ്പറ്റീറ്റേഴ്സിനെ മീറ്റ് ചെയ്യുക, കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യുക. അതുപോലെ കോപ്പ് അപ്പ് വിത്ത് ദ എക്സിസ്റ്റിംഗ് ബിസിനസ് എൻവയോൺമെൻറ്റിലെ പ്രോബ്ലംസിനെ എല്ലാം മീറ്റ് ചെയ്യുക, അവിടെ ഉണ്ടാകുന്ന റിസ്കിനെ എല്ലാം മാനേജ് ചെയ്യുക, അതെല്ലാം ഏറ്റെടുക്കുക. അങ്ങനെ അയാൾ വലിയൊരു ജോലിയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് യുണൈറ്റ്സ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്തിനാണ്? ഫോർ എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ദ എൻ്റർപ്രൈസ് ബൈ മേക്കിംഗ് പ്രോഫിറ്റ്. And carries out innovation, adopting new ideas to survive. കോമ്പറ്റീറ്റീവ് വേൾഡിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരിക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു ബിസിനസ്, അങ്ങനെയാണ് ബിസിനസ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്താണ് ഓൺട്രപ്രണർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും വൈഡായിട്ടുള്ള, ഇതിൽ ഓരോ കമ്പോണൻസ് നോക്കുമ്പോഴും അതിനകത്തെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ഐഡിയ, ഒരു ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടുവന്ന് അതിനെ നമ്മൾക്ക് നിലനിൽക്കേണ്ട ബിസിനസ് എൻവയോൺമെൻറ്റിലെ പ്രോബ്ലംസിനെ എല്ലാം കൺസിഡർ ചെയ്ത്, തരണം ചെയ്ത്, അതിനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കൊണ്ട് യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഓൺട്രപ്രണർ. ദെൻ നമുക്ക് നോക്കാം വൈ ഓൺട്രപ്രണർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓൺട്രപ്രണർ എന്ന് പറയുന്ന, അല്ലെ ഓൺട്രപ്രണർ ചെയ്യുന്ന ഒരു ജോലി, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ആക്ടിവിറ്റി എങ്ങനെയാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് വഴിതെളിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഓൺട്രപ്രണറിൻ്റെ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ അത് എസ്സേ ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണറിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അല്ലെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഒരാൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബിസിനസ് ഈസ് റോൾ ഓഫ് ബിസിനസ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതും ബിസിനസ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന് പുതിയ ഐഡിയാസ് വെച്ച് അതിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരാളിൻ്റെ റോളും ഇസ് എ സെയിം ലൈക്ക് റോൾ ഓഫ് ബിസിനസ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് ഇയാൾ ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബിസിനസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ 2 മെയിൻ പോയിൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹീ ഈസ് ഡൂയിങ് 2 ഇമ്പോർട്ടൻറ്റ് റോൾ, ദാറ്റ് ഇസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ബിസിനസ് ആൻഡ് വർക്കിംഗ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓർ ദാറ്റ് ലീഡ്സ് ടു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അത് എങ്ങനെയാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് നീളുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഓൺട്രപ്രണർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ബിസിനസ്സിൻ്റെ റോളും ഇമ്പോർട്ടൻസും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് ഇക്കോണമിക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെ ബിസിനസ് റൺ ചെയ്യുമ്പോൾ അതിലൂടെ എത്രയോ ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നു. അതുപോലെ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നതിലൂടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗുഡ്
ക്വാളിറ്റി പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് കിട്ടുന്നു, അത് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അത് രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആ ജോലി കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഇൻകം കൊണ്ട് വീണ്ടും കൺസംഷൻ ഉണ്ടാകുന്നു, അതിലൂടെ വേറെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെ ഇപ്പോൾ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെ മറ്റുള്ള ഇൻഡസ്ട്രീസിന് ഡെവലപ്മെൻറ്റ്, അതാണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ വേണ്ടി വഴിതെളിക്കുന്നു എന്ന് പറയുന്നത്. മറ്റുള്ള ഇൻഡസ്ട്രീസ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രീസിന് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് ഇന്നോവേറ്റീവ് ഐഡിയാസിലൂടെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ്, നല്ല ടെക്നോളജീസ് യൂസ് ചെയ്യുന്നു. ആ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കോമ്പറ്റീഷൻ ആവും, അപ്പോൾ അവർ കൂടുതൽ ഡെവലപ്പ് ആവും. അങ്ങനെ ഒരു വലിയ വൈഡായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് ബിക്കോസ് ഓഫ് ദിസ് ഓൺട്രപ്രണർ നമുക്ക് കാണാൻ പറ്റുന്ന. അപ്പോൾ എന്തായാലും ഇതെല്ലാം എന്തിലേക്ക് ലീഡ് ചെയ്യും? ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യും, ഇക്കോണമിയുടെ, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഇത്രയും വൈഡായിട്ടുള്ള, വാട്ട് ഈസ് റോൾ ഓഫ് ബിസിനസ് ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇവരുടെ റോള് നമ്മൾ അല്ലാതെ ഒന്ന് നോക്കുകയാണെങ്കിൽ, അല്ല ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ, ദേ ആർ പ്രൊവൈഡിങ് ബേസ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ബേസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഓർ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് മറ്റുള്ളവർക്ക് ഒരു എൻകറേജ്മെൻ്റ് ആവും. ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ത്രൂ ഇംപ്രൂവ്ഡ് ടെക്നോളജി, ഈ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ ക്വാളിറ്റി പ്രോഡക്ട്സിൻ്റെ അവൈലബിലിറ്റി കൂടുന്നു. ഇൻക്രീസ്ഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻക്രീസ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് because of these employment opportunities as well as the good quality products. ആൻഡ് ഹെൽപ്സ് ഫോർ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. എന്താണ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? ഒരു ഏരിയ മാത്രം, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരു ഗവൺമെൻറ് സ്ഥാപനം തുടങ്ങുന്നു എന്നുള്ളതിന് പകരം നമ്മളൊരു ഏരിയയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ആ ഏരിയ ഫുള്ള് ഡെവലപ്പ് ആവുകയാണ്. അപ്പോൾ ആ ഏരിയ അങ്ങനെ ഒരു സ്പെസിഫിക് ഏരിയ മാത്രം ഡെവലപ്ഡ് ആയിരിക്കുന്ന ഒരവസ്ഥയെ ഒഴിവാക്കി എല്ലാ ഏരിയയും ഒരുപോലെ ഡെവലപ്പായി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം. റീജിയണൽ ഡെവലപ്മെൻറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. അന്നേരം മാത്രമേ ടോട്ടൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾക്ക് ഈ ബിസിനസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെ ഓൺട്രപ്രണർഷിപ്പിലൂടെ സാധിക്കുന്നു. ആൻഡ് ഇൻക്രീസിങ് ഗ്ലോബൽ ട്രേഡ്, ക്വാളിറ്റി പ്രോഡക്ട്സ്, ഇന്നോവേറ്റീവ് ഐഡിയാസിലൂടെ ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെയും കോമ്പറ്റീറ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്നതിലൂടെയും ഒക്കെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നു ത്രൂ ദിസ് ഓൺട്രപ്രണർഷിപ്പ് ഓർ ഓൺട്രപ്രണർ, ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൺട്രപ്രണർ. ഇത്രയാണ് റോൾ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണർ. എന്താണ് ഓൺട്രപ്രണർ ആൻഡ് അവരുടെ ഇമ്പോർട്ടൻസ് എന്താണ്? നെക്സ്റ്റ്, പേയ്മെൻറ്റ് ടു ദ ഗവൺമെൻറ്. എന്താണ് പേയ്മെൻറ്റ് ടു ദ ഗവൺമെൻറ് എന്നുള്ള ആ ഒരു ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് കാണാൻ പറ്റിയത്. അപ്പോൾ പേയ്മെൻറ്റ് ടു ദ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സുമാണ് രണ്ട് കമ്പോണൻസ് വരുന്നത്. ഗവൺമെൻറ്റിലേക്കുള്ള പേയ്മെൻറ്റ്, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നത്. എന്തിനാണ് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്? ടാക്സ് ഇൻകം ഗവൺമെൻറ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? യൂഷ്വലി ഫോർ public infrastructure development and for the development of welfare projects. Public infrastructure developmentന് വേണ്ടിയോ വെൽഫെയർ പ്രോജക്ട്സിന് വേണ്ടിയോ ഒക്കെയാണ് ഈ കിട്ടുന്ന അവൈലബിൾ ഫണ്ട് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ടാക്സിനെ മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദേ ആർ ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഈ രണ്ട് ടാക്സസ് ആണ്, രണ്ട് രീതിയിലാണ് ടാക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ലെവിഡ് ഓൺ ഇൻകം ഓഫ് എ പേഴ്സൺ വിച്ച് ഇസ് ഡയറക്ട്ലി പെയ്ഡ് ബൈ ദ ടാക്സ് പെയർ ടു ദ ഗവൺമെൻറ്. വേറെ ഒരാളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ആർക്കാണോ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അയാൾ തന്നെ അടയ്ക്കുന്ന ടാക്സാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ് എന്നൊക്കെ പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ഇമ്പോസ്ഡ് ബൈ ഗവൺമെൻറ് ഓൺ ദ ടാക്സ് പെയർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് റെൻഡേർഡ്. അൺലൈക്ക് ഡയറക്റ്റ് ടാക്സസ്, ഇൻഡയറക്റ്റ് ടാക്സസ് നോട്ട് ലെവിഡ് ഓൺ ഇൻകം. അത് അയാൾക്കുണ്ടായ ഇൻകത്തിൻ്റെ മുകളിലല്ല ടാക്സ് പേ ചെയ്യുന്നത്. ഇപ്പം സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ സെയിൽസ് നടത്തുന്ന ആളിലേക്ക് ഇമ്പോസ് ചെയ്താൽ അയാൾക്ക് അത് പാസ് ചെയ്ത് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മറ്റേ ആളാണ് ഇൻഡയറക്ട്ലി ആ പേയ്മെൻറ്റ് നടത്തുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് ഇൻഡയറക്റ്റ് ടാക്സ്.
ഇൻഡയറക്റ്റ് ടാക്സ് ഒന്നുകൂടെ എന്താണ് എലാബറേറ്റ് ആയിട്ട് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ടാക്സിനെയാണ് പിന്നീട് നമ്മൾ GST വാറ്റും ഒക്കെ ആയിട്ട് മാറി വന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്നും കൂടെ പറയുകയാണ്. ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ദോസ് ടാക്സസ് ദാറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു ആ ടാക്സ് ബർഡൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ്. It is not levied directly to the income of taxpayer, but it is levied on the expense incurred by them. Some examples of indirect tax എന്ന് പറയുന്നത് സെയിൽസ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, ഇതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ബേസിക്കലി ടാക്സസ് ദാറ്റ് ക്യാൻ ബി പാസ്ഡ് ഓൺ ടു അനദർ എൻറ്റിറ്റി ഓർ ടാക്സ് ബർഡൻ ഈസ് പാസ്ഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഇൻഡയറക്ട്ലി വൺ പേഴ്സൺ ഈസ് പേയിങ് ടാക്സ് എമൗണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡയറക്റ്റ് ടാക്സ്. മാനുഫാക്ചറർ ഓർ സപ്ലയർ ഹൂ ദെൻ പാസസ് ദ ടാക്സ് എമൗണ്ട് ടു കൺസ്യൂമർ. നമുക്കറിയാം സെയിൽസ് ടാക്സിൻ്റെ കേസിലൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സസ് ഇതിനെ വെറുതെ നിങ്ങൾക്ക് ഇത്ര എലാബറേറ്റ് ആയിട്ട് പഠിക്കാനൊന്നും ഉണ്ടായിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വെറുതെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകുന്നതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോകുന്നതുകൊണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകുന്നതിൻ്റെ എക്സാമ്പിൾ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ കളക്ട് ചെയ്യുന്നത് സെയിൽസ് ടാക്സ്, വാറ്റ്, ലക്ഷറി ടാക്സ്. ഇതിനെല്ലാം നമ്മൾ മാറ്റിയിട്ടാണ് ഇപ്പം, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു ന്യൂ വേർഷനാണ് GST എന്ന് പറഞ്ഞിട്ട് വരുന്നത്. എന്താണ് GST? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന് നമുക്ക് എന്താണ് സെൻട്രൽ GST, സ്റ്റേറ്റ് GST ആൻഡ് ഇൻ്റഗ്രേറ്റഡ് GST അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. സെൻട്രൽ GST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇതിന് പകരമായിട്ടുള്ള സെൻട്രൽ ഇതിലേക്ക് അടയ്ക്കുന്ന എമൗണ്ട്. അതുപോലെ സ്റ്റേറ്റ് GST സ്റ്റേറ്റ്. മറ്റേത് ഇൻ്റഗ്രേറ്റഡ് GST എന്നല്ലെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് GST എന്ന് പറയുന്നത് എന്താണ്? ഈ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസിൽ ഉണ്ടാകുന്നു കൊടുക്കേണ്ടി വരുന്ന ടാക്സാണ്. ഇപ്പോൾ സർവീസ് ടാക്സ് എന്ന് പറയുന്നതിനകത്തൊക്കെ ഓരോ ചെറിയ ചെറിയ ടേംസ് ഉണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ട കാര്യമല്ല, പക്ഷേ അറിഞ്ഞിരിക്കുക. സർവീസ് ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ടാക്സ് പെയ്ഡ് ഓൺ ദ സർവീസ് റെൻഡേർഡ് ആൻഡ് ഇൻകം ജനറേറ്റഡ് ത്രൂ ദാറ്റ് റെൻഡറിങ് സർവീസസ്, ദാറ്റ് ഇസ് സർവീസ് ടാക്സ്. ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. ലക്ഷറി ടാക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പേ ചെയ്യുന്ന ലക്ഷറി ഇപ്പോൾ വീടിൻ്റെയൊക്കെ കേസിലൊക്കെ ആണെങ്കിലും ലക്ഷറി ഗുഡ്സ് ഓൺ ചെയ്യുന്ന കേസിലാണെങ്കിലും നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ്. ആൻഡ് സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് പെയ്ഡ് ടു ദ ഗവൺമെൻറ് ബോഡി ഫോർ ദ സെയിൽ ഓഫ് സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, സെയിൽസ് ടാക്സ്. ഇവിടെയായിരുന്നു ഒരു വാറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് വന്നു. പിന്നെ അത് എല്ലാം മൊത്തത്തിൽ മാറ്റിയാണ് നമ്മുടെ GST എന്ന് പറഞ്ഞിപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉള്ളത്. GST സെൻട്രൽ GST, സ്റ്റേറ്റ് GST ആൻഡ് ഇൻ്റഗ്രേറ്റഡ് GST എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത ഡൗട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കിയത് ഹൂ ഈസ് ആൻ ഓൺട്രപ്രണർ ഓർ വാട്ട് ഈസ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് വാട്ട് ആർ ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ദെൻ പേയ്മെൻറ്റ് ടു ഗവൺമെൻറ്. പേയ്മെൻറ്റ് ടു ഗവൺമെൻറ്റിലാണ് ടാക്സസ് എന്ന് പറയുന്നത്. ടാക്സിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാർട്ട് 3 ഓഫ് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ചേർന്നിട്ടുള്ള അസസ്മെൻറ്റ് ടെസ്റ്റ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നടത്താം. ഓക്കെ, ഇപ്പം നാളത്തേക്കുള്ള അസൈൻമെൻ്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് ഡേയിലേക്കുള്ള. ഞാൻ അപ്ലോഡ് ചെയ്ത ശേഷം വ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ അസസ്മെൻറ്റ് ടെസ്റ്റ് വരുന്ന സമയം സെക്കൻഡ് വീഡിയോയും തേർഡ് വീഡിയോയും കൂടെ കമ്പൈൻ ചെയ്തുള്ള അസസ്മെൻറ്റ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.